നമസ്കാരം പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, എല്ലാവർക്കും PSC ഇൻഫ്ലുവൻസറിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ രഞ്ജിത്താർ കരുനാഗപ്പള്ളി. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് കേരള ഭൂമിശാസ്ത്രമാണ്. കേരള ഭൂമിശാസ്ത്രത്തിൻ്റെ ഒരു ക്ലാസ് പ്രീവിയസ് ക്ലാസ് ആയിട്ട് നിങ്ങൾ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. കേരളത്തിലെ പ്രധാനപ്പെട്ട ദേശീയോദ്യാനങ്ങൾ പ്രസ്താവന ചോദ്യങ്ങളായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ അതിൻ്റെ തുടർച്ചയെന്ന രീതിയിൽ കേരള ഭൂമിശാസ്ത്രത്തിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സാണ്. പ്രസ്താവന ചോദ്യങ്ങൾ സഹിതമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ആദ്യമേ തന്നെ വിജയാശംസകൾ നേരുന്നു. നമ്മൾ നേരെ കണ്ടന്റിലേക്ക് പോവുകയാണ്. ഈ ക്ലാസ് നിങ്ങൾക്ക് എഴുതാൻ പോകുന്ന 2025 നിങ്ങൾ എഴുതാൻ പോകുന്ന 10th ലെവൽ മെയിൻ പരീക്ഷയ്ക്കും സെക്രട്ടറി അസെന്റ് സെയിൽസ്മാൻ ഉൾപ്പെടെ നിരവധി മത്സര പരീക്ഷകൾക്ക് നിങ്ങൾ ഗുണമായിട്ട് മാറും. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. നമ്മൾ നേരെ കണ്ടന്റിലേക്ക് പോവുകയാണ്. ആദ്യം തന്നെ ഒരു പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെന്റ് ചോദ്യം തന്നെയാണ് ആദ്യം കൊടുത്തേക്കുന്നത്. ചോദ്യം ഇതാണ്: താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത് എന്ന ന്യൂജൻ ചോദ്യം തന്നെയാണ് കൊടുത്തേക്കുന്നത്. ഒന്നാമത്തെ ഓപ്ഷൻ നോക്കിയേ. കേരളത്തിന്റെ വിസ്തൃതി 38,863 ചതുരശ്ര കിലോമീറ്റർ ആണ്. ഓപ്ഷൻ ബി, ഇന്ത്യയുടെ ആകെ വിസ്തീർണത്തിന്റെ 1.18% കേരളം. ഓപ്ഷൻ സി, കേരളത്തിന്റെ തെക്ക് വടക്ക് നീളം 560 കിലോമീറ്റർ ആണ്. ഓപ്ഷൻ ഡി, കേരളത്തിന്റെ കടൽ തീര ദൈർഘ്യം 560 കിലോമീറ്റർ. ഈ 4 പ്രസ്താവനകളാണ് കൊടുത്തേക്കുന്നത്. ഇതിൽ ശരിയായ പ്രസ്താവന ഏത്, തെറ്റായ പ്രസ്താവന ഏത് എന്ന് ചോദിച്ച കേരള PSCയോട് നിങ്ങൾ ഉത്തരം എന്തായിരിക്കും രേഖപ്പെടുത്തുന്നത്? ഓപ്ഷൻ എ ആണോ, ഓപ്ഷൻ ബി ആണോ, ഓപ്ഷൻ സി ആണോ, ഓപ്ഷൻ ഡി ആണോ? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഉത്തരം എന്താണ്? ഓപ്ഷൻ ഡി തെറ്റാണ്. കാരണം താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന എന്നാണ് ചോദ്യം. അപ്പൊ നമുക്ക് എങ്ങനെ ഇത് പെട്ടെന്ന് മനസ്സിലാക്കാന്ന് ചോദിച്ചാൽ, കേരളത്തിന്റെ വിസ്തൃതി എന്ന് പറയുന്നത് 38,863 ചതുരശ്ര കിലോമീറ്റർ ആണെന്ന് നമ്മൾ വളരെ വ്യക്തമായി പഠിക്കുന്നതാണ്. കേരളത്തിലാകെ 14 ജില്ലകളാണുള്ളത്, 14 ജില്ലാ പഞ്ചായത്തുകളുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ വിസ്തൃതി അല്ലെങ്കിൽ കേരളത്തിന്റെ ഒരു ജോഗ്രഫിക്കൽ ഏരിയ എന്ന് പറയുന്നത് 38,863 ചതുരശ്ര കിലോമീറ്റർ ആണ്. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണല്ലോ. ദെൻ ഓപ്ഷൻ ബിയിലേക്ക് വന്നാൽ ഇന്ത്യയുടെ ആകെ വിസ്തീർണം, അപ്പൊ ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങളുണ്ടോ, എത്ര കേന്ദ്രഭരണ പ്രദേശങ്ങളുണ്ടോ, അങ്ങനെ എല്ലാ വിസ്തീർണം നമ്മൾ കണക്കാക്കിയാൽ ഇന്ത്യയുടെ ആകെ വിസ്തീർണത്തിന്റെ 1.18% കേരളം എന്നാ പറയുന്നത്. അപ്പൊ അതും സ്റ്റേറ്റ്മെന്റും ശരിയാണോ? അപ്പൊ ഒന്നാമത്തെ എ ഓപ്ഷൻ ശരിയാണ്, ബി പ്രസ്താവന ശരിയാണ്. ഓപ്ഷൻ സിയിലേക്ക് വന്നാൽ കേരളത്തിന്റെ തെക്ക് വടക്ക് നീളം മിക്ക മത്സര പരീക്ഷകളിലും ഡയറക്റ്റായി ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അപ്പൊ ഇപ്പോഴത്തെ മത്സര പരീക്ഷയിൽ ഇതൊരു പ്രസ്താവന ചോദ്യമായി വന്നാൽ ഇങ്ങനെയാണ് ചോദിക്കുന്നത്: കേരളത്തിന്റെ തെക്ക് വടക്ക് നീളം എത്രയാണ്? 560. അതും ശരിയാണ്. അപ്പൊ ഈ പറയുന്ന ഓപ്ഷൻ ഡി നമുക്ക് തിരുത്തി തന്നെ പഠിക്കാൻ പറ്റൂ. കേരളത്തിന്റെ കടൽത്തീര ദൈർഘ്യം എന്ന് പറയുന്നത് എത്രയല്ല, 560 കിലോമീറ്റർ അല്ല. കേരളത്തിന്റെ കടൽ തീര ദൈർഘ്യം എത്രയല്ല, 560 കിലോമീറ്റർ അല്ല. കേരളത്തിന്റെ തെക്ക് വടക്ക് നീളമാണേത്, 560 എന്ന് പറയുന്നത്. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റിൽ തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ തെറ്റായ സ്റ്റേറ്റ്മെന്റ് നമ്മൾ തിരിച്ചറിഞ്ഞു. ഇനി അതിന്റെ ആൻസറിലേക്ക് പോവാം. അപ്പോൾ ഉത്തരം ഡി ആണ്. നമുക്കറിയാം കേരളത്തിന്റെ കടൽ തീരത്തിന്റെ ദൈർഘ്യം എന്ന് പറയുന്നത് 580 കിലോമീറ്റർ ആണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, കേരള PSC മത്സര പരീക്ഷയിൽ ഈ പറയുന്ന 580 ഓപ്ഷനിൽ കൊടുക്കാതെ വന്നാൽ, വീണ്ടും ആവർത്തിക്കുന്നു, 580 എന്നാണ് കേരള PSC കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ആൻസർ കീ എന്ന് പറയുന്നത്. ഇനി 580 ഓപ്ഷനകത്ത് ഇല്ലെന്നിരിക്കട്ടെ, നിങ്ങൾ എഴുതാൻ പോയ മത്സര പരീക്ഷയിൽ 580 ഓപ്ഷനകത്ത് ഇല്ലെങ്കിൽ 590 കാണും. അതായിരിക്കും കേരള PSC ഉത്തരമായി പരിഗണിക്കുന്നത്. അപ്പൊ 580 ആണോ 590 ആണോ, രണ്ടിലേതാണോ അത്. 2 ഓപ്ഷനകത്ത് ഇതുവരെ ഈ നിമിഷം വരെയുള്ള മത്സര പരീക്ഷയിൽ 2 ഓപ്ഷനായി കൊടുത്തിട്ടില്ല. അതൊന്ന് ഓർത്തു വെക്കണം. ഇനി മത്സര പരീക്ഷയിൽ നമ്മളെ കുഴപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിലേക്ക് വരുവാണ്. 21 എന്ന് പറയുന്ന അക്കം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 13 എന്ന് പറയുന്ന അക്കം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കേരള ഭൂമിശാസ്ത്രം അല്ലെങ്കിൽ കേരള ജോഗ്രഫി പഠിക്കുമ്പം ഈ 2 അക്കങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചേക്കണം. 21ന്റെ പ്രത്യേകത, വിസ്തീർണത്തിൽ സംസ്ഥാനങ്ങൾക്കിടയിൽ, ഇന്ത്യയിൽ ആകെ 28 സംസ്ഥാനങ്ങളാണല്ലോ നിലവിലുള്ളത്. നിലവിലെ കേസാണ് പറയുന്നത്. ഇന്ത്യയിൽ ആകെ നിലവിൽ 28 സംസ്ഥാനങ്ങളാണുള്ളത്, 8 കേന്ദ്രഭരണ പ്രദേശങ്ങളുണ്ട്. അപ്പൊ ആ ടോപ്പിക്ക് പഠിക്കുമ്പോഴാണ് നമ്മൾ SCERT കണ്ടന്റിൽ പഠിക്കുന്നത്. ഈ പറയുന്ന ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ 1953 നിലവിൽ വരുന്നു. അതിനെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ്
ഫസൽ അലി കമ്മീഷൻ. ഫസൽ അലി കമ്മീഷനിൽ ഒരു അധ്യക്ഷനാണ്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട അധ്യക്ഷ സ്ഥാനത്ത് ഫസൽ അലി, മറ്റ് 2 പ്രധാനപ്പെട്ട അംഗങ്ങൾ HN കുൻസ്രു, സർദാർ KM പണിക്കർ. നമ്മൾ പഠിക്കും 1953 സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ. ആ പുനഃസംഘടനാ കമ്മീഷന്റെ അടിസ്ഥാനത്തിൽ 1956 സംസ്ഥാന പുനഃസംഘടനാ ആക്ട് നിലവിൽ വന്നു. അങ്ങനെ കേരള സംസ്ഥാനം നിലവിൽ വന്നു. അങ്ങനെ കേരള സംസ്ഥാനം മാത്രമല്ല 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും നിലവിൽ വരുന്ന ഒരു സാഹചര്യം വരും. അപ്പൊ അവിടെയാണ് നമ്മൾ 3 പുസ്തകങ്ങൾ SCRT പഠിക്കുന്നത്. 1.25 കോടി മലയാളികൾ എന്ന പുസ്തകം എഴുതിയത് EMS നമ്പൂതിരിപ്പാടാണ്. നൂതൻ ബംഗാൾ എന്ന പുസ്തകം എഴുതിയത് ആരാണ്? നൂതൻ ബംഗാൾ ഭവാനി സെൻ എന്നറിയപ്പെടുന്ന വ്യക്തിത്വമാണ് നൂതൻ ബംഗാൾ എന്ന പുസ്തകം എഴുതിയത്. വിശാല ആന്ധ്ര എന്ന പുസ്തകം എഴുതിയത് ആരും ചോദിക്കും. വിശാല ആന്ധ്ര എന്ന പുസ്തകം എഴുതിയത് P. സുന്ദര അയ്യർ. ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മളൊക്കെ വിചാരിക്കും പോറ്റി ശ്രീരാമലു ആയിരിക്കും. തെറ്റാ. വിശാല ആന്ധ്ര എന്ന പുസ്തകം എഴുതിയത് P. സുന്ദര അയ്യയാണ്. അതൊന്ന് ഓർത്തു വെക്കണേ. അപ്പൊ നമ്മൾ പറഞ്ഞ ഇതാണ്, ഈ പറയുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളെ മുഴുവൻ പരിശോധിച്ചോ 21, അതായത് വിസ്തീർണത്തിൽ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിന്റെ സ്ഥാനം 21ാം സ്ഥാനമാണ്. ദെൻ ജനസംഖ്യയിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിന്റെ സ്ഥാനം 13ാം സ്ഥാനമാണ്. അതൊന്ന് ഓർത്തു വെക്കുക. അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്ക്, കേരളത്തിന്റെ ഭൂവിസ്തൃതിയുടെ 10% എന്താണ്? തീരപ്രദേശം. അപ്പൊ നമുക്കറിയാം കേരളത്തിന്റെ ഭൂപ്രകൃതി അനുസരിച്ച് കേരളത്തെ 3ആയി തരംതിരിക്കുന്നു: മലനാട്, ഇടനാട്, തീരപ്രദേശം. നമ്മൾ അങ്ങനെയാണ് പഠിക്കുന്നത്. 48%, 42%, 10% എന്നും പറഞ്ഞൊരു ക്ലാസിഫിക്കേഷൻ നമ്മൾ പറയും. അതിന്റെ ഹൈറ്റ് ഉൾപ്പെടെ കമ്പൽസറി ആയിട്ട് ഓർത്തു വെക്കണം. കാരണം മിക്ക മത്സര പരീക്ഷയിലും 1 മാർക്കായി ബേസുകൾ ചോദിക്കാറുണ്ട്. അപ്പൊ കേരളത്തിന്റെ ഭൂവിസ്തൃതിയുടെ 10% എന്താണ്? അത് തീരപ്രദേശമാണ്. അതൊന്ന് ഓർത്തു വെക്കുക. അപ്പൊ കേരളത്തിന്റെ തീരപ്രദേശത്തിന്റെ അല്ലെങ്കിൽ കടൽ തീരത്തിന്റെ ദൈർഘ്യം എന്ന് പറയുന്നത് 580 കിലോമീറ്റർ ആണ്. ഓപ്ഷനിൽ 580 ഇല്ല എങ്കിൽ നിങ്ങൾ എന്ത് എഴുതിക്കോണം? 590 എഴുതിക്കോണം എന്ന് ഓർത്തു വെക്കണം. ദെൻ കേരളത്തിലെ കടൽ തീരമുള്ള ജില്ലകളുടെ എണ്ണം ചോദിച്ചാൽ അത് 9 ആണ്. അപ്പൊ ഈ പറയുന്ന കേരളത്തിൽ കടൽ തീരം ഇല്ലാത്ത ജില്ലകളുടെ എണ്ണം എത്രയായിരിക്കും? അപ്പൊ അത് 5 ആണ്. കേരളത്തിൽ കടൽ തീരമുള്ള ജില്ലകളുടെ എണ്ണം 9ഉം കേരളത്തിൽ കടൽ തീരം ഇല്ലാത്ത ജില്ലകളുടെ എണ്ണം 5ഉമാണ്. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്തേക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കണം. ഇനി നമ്മൾ കോർപ്പറേഷനെ പറ്റി പഠിക്കും. കേരളത്തിൽ ആകെ 6 കോർപ്പറേഷനാണ് ഉള്ളത്. തിരുവനന്തപുരം കോർപ്പറേഷന് മാത്രം പ്രത്യേകതയുണ്ട്. UN ഷാങ്ഹായ് അവാർഡ് ലഭിച്ച 2024 UN ഷാങ്ഹായ് അവാർഡ് ലഭിച്ച ഇന്ത്യയിലെ ഏക കോർപ്പറേഷൻ എന്ന് പറയുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനാണ്. തിരുവനന്തപുരം കോർപ്പറേഷന്റെ മേയറിന്റെ പേര് ആര്യ രാജേന്ദ്രൻ എന്നാണ്. ആര്യ രാജേന്ദ്രൻ പ്രതിനിധാനം ചെയ്യുന്ന വാർഡ് തിരുവനന്തപുരം ജില്ലയിലെ മുടവൻ മുകൾ എന്നറിയപ്പെടുന്ന വാർഡിൽ നിന്നാണ് ഈ ആര്യ രാജേന്ദ്രൻ മത്സരിച്ച് വിജയിച്ചേക്കുന്നത്. അതൊക്കെ ഒന്ന് ഓർത്തു വെക്കുക. അപ്പൊ കടൽ തീരമില്ലാത്ത കേരളത്തിൽ കോർപ്പറേഷനുകളെ നമ്മൾ പഠിക്കുമ്പോൾ കടൽ തീരമില്ലാത്ത കേരളത്തിൽ ഏക കോർപ്പറേഷൻ എന്ന് പറയുന്നത് അത് തൃശ്ശൂർ കോർപ്പറേഷൻ ആണ്. കേരളത്തിൽ ആകെ 6 കോർപ്പറേഷൻ ഉണ്ട്. 6 കോറ് അങ്ങനെങ്കിലും ഓർത്തു വെക്കണം. ജില്ലാ പഞ്ചായത്ത് 14 കോർപ്പറേഷനുകൾ 6 കോർപ്പറേഷനുകളാണ്. കടൽ തീരമില്ലാത്ത ഏക കോർപ്പറേഷൻ എന്ന് പറയുന്നത് തൃശ്ശൂർ കോർപ്പറേഷൻ ആണ്. അതൊന്ന് ഓർത്തു വെക്കണം. അപ്പൊ തൃശ്ശൂരിന്റെ ആദ്യകാല പേരെന്താ? തൃശ്ശൂരിന്റെ ആദ്യകാല പേര് തേൻ കൈലാസം എന്നാണ്. അപ്പൊ തേൻ കൈലാസം എന്നറിയപ്പെട്ട കേരളത്തിലെ ഭൂപ്രദേശമാണ് കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന തൃശ്ശൂർ. അതൊന്ന് ഓർത്തു വെക്കണം. അപ്പൊ തേൻ വഞ്ചി എന്നറിയപ്പെടുന്ന കേരളത്തിലെ ജില്ല ഏതാ? പ്രാചീന കാലത്ത് തേൻ വഞ്ചി എന്നറിയപ്പെടുന്ന കേരളത്തിലെ ജില്ല ഏതെന്ന് ചോദിച്ചാൽ അത് കൊല്ലമാണ്. രണ്ട് ചോദ്യമാണ്. 3 ടൈമുകളാണ് നമ്മളെ കുഴപ്പിച്ച് കളയുന്നത്. ഒന്ന് നെൽക്കിണ്ട. നെൽക്കിണ്ട എന്ന് പറഞ്ഞൊരു സ്ഥലം ഉണ്ടല്ലോ, നെൽക്കിണ്ട. നീണ്ടകരയാണ് നെൽക്കിണ്ട. ഇനി അവിടെ കുഴപ്പിക്കുന്ന ഒരു ചോദ്യമുണ്ട്, കൊട്ടനോറ. കൊട്ടനോറ എന്ന് പറയുന്നത് കുട്ടനാട. അപ്പൊ അങ്ങനെ കേരള PSC ക്വസ്റ്റ്യനകത്ത് തന്നെ ധാരാളം ഉത്തരമായി വരുന്ന ലോജിക്കുകളുണ്ട്. തൃശ്ശിവപേരൂർ, തൃശ്ശൂരിന്റെ ആദ്യകാല പേരുകളാ തൃശ്ശിവപേരൂർ. ഋഷി നാഗകുളം, എറണാകുളത്തിന്റെ ആദ്യകാല പേരാണ് ഋഷി നാഗകുളം. അപ്പൊ അങ്ങനെ ഓരോ വാക്കുകളുണ്ട്. അപ്പൊ കടൽ തീരമില്ലാത്ത കേരളത്തിലെ ഏക കോർപ്പറേഷൻ തൃശ്ശൂർ. കേരളത്തിൽ ആകെ 6 കോർപ്പറേഷനുകളുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് ചോദിച്ചാൽ, കേരള ഭൂമിശാസ്ത്രം എന്ന ടോപ്പിക്ക് പഠിക്കുമ്പം ബീച്ചുകൾ മത്സര പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് മുഴുപ്പിലങ്ങാട് ബീച്ച്. ഏത് ജില്ലയിലാ? കണ്ണൂർ ജില്ലയിലാ. അപ്പൊ കണ്ണൂർ ജില്ലയുടെ ആദ്യകാല പേര് നൗറ എന്നല്ലേ? നൗറ എന്നല്ലേ? വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി ഈ മുഴുപ്പിലങ്ങാട് ബീച്ചിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. കേരളത്തിലെ ഡ്രൈവിൻ ബീച്ച് ഏതാന്ന് ചോദിച്ചാൽ അത് മുഴുപ്പിലങ്ങാട് ബീച്ചാണ്. അത് സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലാണ്. അപ്പൊ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ചിന്റെ പേര് മുഴുപ്പിലങ്ങാട് ബീച്ച് എന്നാണ്. കണ്ണൂർ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഡ്രൈവിൻ ബീച്ച് കൂടിയാണ് ഏത്? ഈ പറഞ്ഞ മുഴുപ്പിലങ്ങാട് ബീച്ച്. ഇനി വളരെ പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് വരുന്നു. കേരളത്തിൽ ആദ്യത്തെ ഭിന്നശേഷി സൗഹൃദ ബീച്ച് ചോദിച്ചാൽ അത് ആലപ്പുഴയാണ്. ഇന്ത്യയിൽ ആദ്യത്തെ ഭിന്നശേഷി സൗഹൃദ ബീച്ച്
അത് തിത്തൽ ബീച്ചാണ്. അത് വേറെ ഇത് വേറെ. കേരളത്തിൽ ആദ്യത്തെ ഭിന്നശേഷി സൗഹൃദ ബീച്ച് ആലപ്പുഴ. കേരളത്തിൽ ആദ്യത്തെ പൈതൃക ബീച്ച് ചോദിക്കും, അത് അഴീക്കോട് മുനയ്ക്കൽ ഡോൾഫിൻ ബീച്ചാണ്. അതും വളരെ ഇമ്പോർട്ടൻ്റ്. കേരളത്തിൽ ആദ്യത്തെ പൈതൃക ബീച്ച്. അപ്പൊ 3 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് മുഴുപ്പിലങ്ങാട് ബീച്ചാണ്, കണ്ണൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. കേരളത്തിൽ ആദ്യത്തെ ഭിന്നശേഷി സൗഹൃദ ബീച്ച് ആലപ്പുഴയാണ്. കേരളത്തിൽ ആദ്യത്തെ പൈതൃക ബീച്ച് ചോദിച്ചാൽ അത് അഴീക്കോട് മുനയ്ക്കൽ ഡോൾഫിൻ ബീച്ചാണ്. ഇനി മത്സര പരീക്ഷയിൽ SCRT-യിലും ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യത്തിലേക്ക് വരുന്നു. കൊളാബി പാലം ഒലിവ് റെഡ്ലി കടലാമകളുടെ പ്രജനന കേന്ദ്രമായി കരുതപ്പെടുന്ന ഈ പറയുന്ന കൊളാബി പാലം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ്. മിക്ക മത്സര പരീക്ഷകളിലും 1 മാർക്ക് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. കൊളാബി പാലം ഒലിവ് റെഡ്ലി കടലാമകളുടെ പ്രജനന കേന്ദ്രമായി കരുതപ്പെടുന്ന കൊളാബി പാലം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട്. അതിന്റെ ഈ പറഞ്ഞ ഒലിവ് റെഡ്ലി കടലാമകളുടെ പ്രജനന സംരക്ഷണത്തിന് വേണ്ടി ഒരു സംഘടന തന്നെ അവിടെ ഉണ്ട്. തീരം എന്നറിയപ്പെടുന്ന സംഘടനയാണ്. വരും ക്ലാസ്സിൽ അത് ഡീറ്റെയിൽ ആയിട്ട് എടുത്തോളാം. അപ്പൊ കൊളാബി പാലം മറക്കല്ലേ. ഒലിവ് റെഡ്ലി കടലാമകളുടെ പ്രജനന കേന്ദ്രമാണ് കൊളാബി പാലം. അത് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലാണ്. കേരളത്തിലെ സത്യത്തിന്റെ തുറമുഖം എന്നറിയപ്പെടുന്ന തുറമുഖം കോഴിക്കോട് തുറമുഖമാണ്. ഗസലുകളുടെ നാടെന്നറിയപ്പെടുന്നത് കോഴിക്കോടാണ്. വളരെ പ്രധാനപ്പെട്ടതാണ്. കേരളത്തിൽ ആദ്യമായി ഓപ്പറേഷൻ സുലൈമാനി എന്നറിയപ്പെടുന്ന പദ്ധതി നടപ്പിലാക്കി കോഴിക്കോട് ജില്ലയിലാണ്. കേരളത്തിൽ ആദ്യമായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയായ ഓപ്പറേഷൻ സുലൈമാനി ഭക്ഷണം, അതായത് ഈ പറയുന്ന ആരുമില്ലാത്ത അല്ലെങ്കിൽ ആരുമില്ലാതെ അലഞ്ഞിരുന്ന ആളുകളായിക്കോട്ടെ, അല്ലെങ്കിൽ ഭക്ഷണം തേടി വരുന്ന ഒരാൾക്ക്, ഒരു വ്യക്തിക്ക് സൗജന്യമായിട്ട് ഭക്ഷണം കൊടുക്കുന്ന ഒരു സംവിധാനമുണ്ട്. അതിനെ അറിയപ്പെടുന്ന പേരാണ് ഓപ്പറേഷൻ സുലൈമാനി. ഓപ്പറേഷൻ സുലൈമാനി കേരളത്തിൽ ആദ്യമായി നടപ്പിലാക്കിയ ജില്ല കോഴിക്കോട് ജില്ലയിലാണ്. അതൊന്ന് ഓർത്തു വെക്കുക. കേരളത്തിൽ ആദ്യത്തെ കോള വിമുക്ത ജില്ല ഏതെന്ന് ചോദിച്ചാൽ അതിനുത്തരം കോഴിക്കോടാണ്. നമ്മൾ ഈ കോള വിമുക്ത ജില്ല എന്ന് കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ പാലക്കാടൊക്കെ വരും. കാരണം എന്താ? പാലക്കാട് പ്ലാച്ചിമടയൊക്കെ ഉണ്ടല്ലോ. കേരളത്തിൽ ആദ്യത്തെ കോള വിമുക്ത ജില്ല ഏതെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് നിങ്ങൾ എഴുതേണ്ടത് അത് കോഴിക്കോടാണ്. അപ്പൊ കൊളാബി പാലം ഒലിവ് റെഡ്ലി കടലാമകളുടെ പ്രജനന കേന്ദ്രമായി കരുതപ്പെടുന്നത് എവിടെയാണ്? അത് കോഴിക്കോടാണ്. അതൊന്ന് ഓർത്തു വെക്കുക. അപ്പൊ ഇത്രയും ചോദ്യങ്ങൾ കിട്ടിയല്ലോ. അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട പ്രസ്താവന ചോദ്യത്തിലേക്ക് വരികയാണ്. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഇത്. നിങ്ങൾ വേറെ ഒന്നും ആലോചിക്കേണ്ട. കേരളത്തിന്റെ ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു പ്രസ്താവന ചോദ്യമാണ്. ഒന്ന്, കേരളത്തിന്റെ വടക്ക് ഭാഗത്ത് കർണാടക സ്ഥിതി ചെയ്യുന്നു. ശരിയോ തെറ്റോ? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കേ. കേരളത്തിന്റെ വടക്ക് ഭാഗത്ത് കർണാടകയാണോ? കേരളത്തിന്റെ വടക്ക്, കേരളത്തിന്റെ കിഴക്ക്, കേരളത്തിന്റെ തെക്ക്, കേരളത്തിന്റെ പടിഞ്ഞാറ് എന്ന് നമ്മൾ കരുതപ്പെടുമല്ലോ, അല്ലെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യുമല്ലോ. അപ്പൊ അതിൽ കേരളത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് എന്താണെന്ന് നമുക്കറിയാം. അത് അറബിക്കടലാണെന്ന് അറിയാം. കേരളത്തിന്റെ കിഴക്ക് ഭാഗത്ത് പശ്ചിമഘട്ടമാണ്. അതും കഴിഞ്ഞാൽ തമിഴ്നാട് സംസ്ഥാനമാണെന്ന് അറിയാം. കേരളത്തിന്റെ വടക്ക് ഭാഗത്ത് കർണാടക സ്ഥിതി ചെയ്യുന്നു എന്ന് നമുക്കറിയാം. അപ്പൊ ഒന്നാമത്തെ ഓപ്ഷൻ ശരിയാണ്. കേരളത്തിന്റെ വടക്ക് ഭാഗത്ത് എന്ത്? കർണാടക സ്ഥിതി ചെയ്യുന്നു. അത് ശരിയാണ്. ഓപ്ഷൻ ബിയിലേക്ക് വന്നാൽ കേരളവുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം തമിഴ്നാടാണ്. അപ്പൊ കേരളവുമായിട്ട് 2 സംസ്ഥാനങ്ങൾ അതിർത്തി പങ്കിടുന്നുണ്ട്. ഏതൊക്കെയാ? അത് തമിഴ്നാടും കർണാടകയും. ഈ തമിഴ്നാടും കർണാടകയും അതിർത്തി പങ്കിടുന്നതിൽ കേരളവുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം ഏതാണ്? അത് തമിഴ്നാട്. ആ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. ഓപ്ഷൻ സി, കേരളത്തിന്റെ കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മലനിര പശ്ചിമഘട്ടവ, അതും ശരിയാണ്. കേരളത്തിന്റെ കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മലനിരയാണ്. അപ്പൊ അവിടെ ഒരു ചോദ്യമുണ്ട്, ഇന്ത്യയുടെ ഏത് ഭാഗത്താ പശ്ചിമഘട്ടം? ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്താ പശ്ചിമഘട്ടം. ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്ത് പൂർവഘട്ടവ. ഈ പശ്ചിമഘട്ടവും പൂർവഘട്ടവും കൂടിച്ചേർന്ന സ്ഥലത്തിന്റെ പേരാണ് എന്ത്? പശ്ചിമഘട്ടവും പൂർവഘട്ടവും കൂടിച്ചേർന്ന സ്ഥലത്തിന്റെ പേരാണ് നീലമല എന്നറിയപ്പെടുന്ന മലനിര. അതൊന്ന് ഓർത്തു വെക്കുക. അപ്പൊ കേരളത്തിന്റെ കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മലനിര പശ്ചിമഘട്ടം, അതും ശരിയാണ്. ഓപ്ഷൻ ഡിയിലേക്ക് വന്നാൽ തമിഴ്നാട്, കർണാടക എന്നീ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല ഇടുക്കി. തെറ്റ്. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കിയാണ്, സമ്മതിച്ചു. കേരളത്തിന്റെ സുഗന്ധവ്യഞ്ജന തോട്ടം എന്നറിയപ്പെടുന്ന ജില്ല ഇടുക്കിയാണ്, അതും സമ്മതിച്ചു. പക്ഷേ തമിഴ്നാട്, കർണാടക എന്നീ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല ഏതല്ല? ഇടുക്കിയല്ല. ഉത്തരം വയനാട്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റല്ലേ? അപ്പോൾ ഒന്നാമത്തെ എ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, ബി പ്രസ്താവന ശരിയാണ്, സി പ്രസ്താവന ശരിയാണ്, ഡി തെറ്റാണ്. തിരുത്തി പഠിക്കേണ്ടത് തമിഴ്നാട്, കർണാടക എന്നീ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല എന്ന് പറയുന്നത് അത് വയനാട് ജില്ലയാണ്. തമിഴ്നാട്, കർണാടക എന്നീ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല വയനാട്. അതൊന്ന് ഓർത്തുവാണ്. ഇനി ഇതേ സെയിം ക്വസ്റ്റ്യൻ തന്നെ
തമിഴ്നാട്, കർണാടക എന്നീ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക താലൂക്ക് ചോദിച്ചാൽ അത് സുൽത്താൻ ബത്തേരിയാണ്. സുൽത്താൻ ബത്തേരി താലൂക്കാണ് തമിഴ്നാട്, കർണാടക എന്നീ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക താലൂക്ക് സുൽത്താൻ ബത്തേരി. ടിപ്പു സുൽത്താനുമായി സാന്നിധ്യമുള്ള ഒരു പ്രദേശമായതുകൊണ്ടാണ് സുൽത്താൻ ബത്തേരി എന്ന് വന്നത് എന്ന് പ്രാചീന കാലത്തെ ചരിത്രത്തിൽ പറയുന്നുണ്ട്. അപ്പൊ സുൽത്താൻ ബത്തേരി താലൂക്ക് അതൊന്ന് ഓർത്തു വെക്കണം. അപ്പൊ സുൽത്താൻ ബത്തേരി സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? അത് വയനാട്ടിലാണല്ലോ. ദെൻ ഈ പറഞ്ഞ തമിഴ്നാട്, കർണാടക എന്നീ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഗ്രാമപഞ്ചായത്ത് ചോദിച്ചാൽ അത് നൂൽപ്പുഴയാണ്. ഗ്രാമപഞ്ചായത്ത് നൂൽപ്പുഴയാണ്. ദെൻ തമിഴ്നാട്, കർണാടക എന്നീ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഗ്രാമം ചോദിച്ചാൽ അത് മുത്തങ്ങയാണ്. അപ്പൊ മറ്റൊരു ചോദ്യമുണ്ട്, ഈ തമിഴ്നാട്, കർണാടക എന്നീ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതത്തിന്റെ പേര് അത് മുത്തങ്ങ വന്യജീവി സങ്കേതമല്ലയോ? മുത്തങ്ങ വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിൽ അല്ലെങ്കിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ആനയാണെന്ന് നമ്മൾ പഠിക്കുന്നതാണ്. അതുകൂടി ഒന്ന് ഓർത്തു വെക്കണം. LFS മാക്സിമസ് എന്നറിയപ്പെടുന്ന ശാസ്ത്രീയ നാമമുള്ള ആനയാണ് ഇവിടെ മുത്തങ്ങ വന്യജീവി സങ്കേതത്തിൽ സംരക്ഷിക്കപ്പെടുന്നത്. അപ്പൊ തമിഴ്നാട്, കർണാടക എന്നീ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ല വയനാട്, താലൂക്ക് സുൽത്താൻ ബത്തേരി, ഗ്രാമപഞ്ചായത്ത് നൂൽപ്പുഴ, ഗ്രാമം ചോദിച്ചാൽ മുത്തങ്ങ, വന്യജീവി സങ്കേതം ചോദിച്ചാൽ എന്ത് തന്നെ? മുത്തങ്ങ തന്നെ. അതൊന്ന് ഓർത്തു നോക്കണം. ഓക്കെ, അപ്പൊ ഇന്നത്തെ ദിവസം ചൊവ്വാഴ്ചയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇന്ന് വർക്കൗട്ട് ബാച്ചിൽ 3 ടോപ്പിക്കാണ് പഠിക്കേണ്ടത്. ഒന്ന്, കേരള ഭൂമിശാസ്ത്രത്തിന്റെ എന്തൊക്കെ തരുന്ന നോട്ട്സുകളുണ്ടോ, എന്തൊക്കെ ക്ലാസ് ഉണ്ടോ അത് കൃത്യമായിട്ട് പഠിക്കണം. ഇന്നത്തെ ഈ ക്ലാസ് കൂടി നിങ്ങൾ റിവൈസ് ചെയ്യണം. ദെൻ കറണ്ട് അഫേഴ്സിന്റെ മൈക്രോ നോട്ട്, രാവിലെ നമ്മൾ പബ്ലിഷ് ചെയ്തേക്കുന്ന കറണ്ട് അഫേഴ്സിന്റെ മൈക്രോ നോട്ട്, പോക്കറ്റ് കറണ്ട് അഫേഴ്സ് നിങ്ങൾ പഠിക്കണം. അതിൽ ഏതൊക്കെ ടോപ്പിക്കാണെന്ന് വളരെ വ്യക്തമായി മെൻഷൻ ചെയ്യുന്നുണ്ട്. ദെൻ അതുകൂടാതെ സയൻസ്, SCRTയും NCRTയും കമ്പൈൻ ചെയ്ത സയൻസ് മെറ്റീരിയൽ കൂടി ഇന്ന് വായിച്ചതിന് ശേഷമേ രാത്രി 9 മണിക്കത്തെ കോമൺ എക്സാം അറ്റൻഡ് ചെയ്യാവൂ. അപ്പൊ ഇത്രയും ടോപ്പിക്കാണ് ഇന്നത്തെ ദിവസം. ഇന്ന് ചൊവ്വാഴ്ചയാണ്. ഇന്ന് കേരള ഭൂമിശാസ്ത്ര എൻറ്റയർ കണ്ടന്റ് റിവൈസ് ചെയ്യണം. ഈ ക്ലാസ്സും പഠിക്കണം, ഈ ക്ലാസ് നോട്ടും പഠിക്കണം, മൈക്രോ നോട്ട് പഠിക്കണം, പോക്കറ്റ് CA പഠിക്കണം, സയൻസ് SCRT NCRTയും കമ്പൈൻ ചെയ്യുന്ന സയൻസിന്റെ മെറ്റീരിയലും പഠിച്ചതിന് ശേഷമായിരിക്കണം രാത്രി 9 മണിക്കത്തെ എക്സാം അറ്റൻഡ് ചെയ്യേണ്ടത്. ഈ എക്സാം അറ്റൻഡ് ചെയ്യുന്നതിന് ഫ്രീ ആയിട്ട് ഈ പറയുന്ന PSC ഇൻഫ്ലുവൻസറിന്റെ ഏകദേശം 20,000-ലധികം ഫോളോവേഴ്സ് ഉള്ള ടെലഗ്രാം ഗ്രൂപ്പിൽ നമ്മൾ ഇതിന്റെ എക്സാം രാത്രി 9 മണിക്ക് തന്നെ കൃത്യമായി പബ്ലിഷ് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ള അതുകൂടി ക്ലാസ് കണ്ട് താല്പര്യമുള്ള അതുകൂടി എന്ത് ചെയ്യുക, ഒന്ന് അറ്റൻഡ് ചെയ്യുക, ഓർത്തു വെക്കണം. ഇനിയും പറയുന്ന വർക്കൗട്ട് ബാച്ചിൽ, അതായത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഉൾപ്പെടെ, അസിസ്റ്റന്റ് സെയിൽസ്മാൻ ഉൾപ്പെടെ, 10th ലെവൽ മെയിൻസ് ഉൾപ്പെടെ, സല്യൂട്ട് അതായത് യൂണിഫോം തസ്തികയ്ക്ക് വേണ്ടി സല്യൂട്ട് 2025 ഉൾപ്പെടെയുള്ള ഇത്രയും വർക്കൗട്ട് ബാച്ചിൽ ഏതെങ്കിലും ഒരു വർക്കൗട്ട് ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ മതിയാകും. വർക്കൗട്ട് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ കൊടുത്തേക്കുന്ന നമ്പർ 9072728242 നമ്പറിൽ ജസ്റ്റ് ഒരു മെസ്സേജ് ഇടുക. വാട്സാപ്പ് മെസ്സേജ് ആണ് ഇടേണ്ടത്. വർക്കൗട്ടിന്റെ ബാച്ച് നിങ്ങളുടെ പേര്. ഇപ്പം നിങ്ങൾ സെക്രട്ടറി അസിസ്റ്റന്റ് ആണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ അയക്കേണ്ടത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് നിങ്ങളുടെ പേര്. ദെൻ അസിസ്റ്റന്റ് സെയിൽസ്മാൻ ആണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നെങ്കിൽ അസിസ്റ്റന്റ് സെയിൽസ്മാൻ, ദെൻ അതിനുശേഷം നിങ്ങളുടെ പേര്. അപ്പോൾ ഡീറ്റെയിൽസ് ഫോർവേഡ് ചെയ്യാം. വർക്കൗട്ട് ബാച്ച് ജോയിൻ ചെയ്താൽ മാത്രം പോരാ, നമ്മൾ തരുന്ന PDF നോട്ട്, നമ്മൾ തരുന്ന മൈക്രോ നോട്ട്, നമ്മൾ തരുന്ന കറണ്ട് അഫേഴ്സ് ഉൾപ്പെടെ എല്ലാം പഠിച്ചതിന് ശേഷം ഡെയിലി നടത്തുന്ന പോൾ പരീക്ഷ അറ്റൻഡ് ചെയ്യണം. ഇത് കഴിഞ്ഞ് ഇപ്പം നിങ്ങൾ ഇന്ന് വർക്കൗട്ട് ബാച്ച് ജോയിൻ ചെയ്യുവാണെങ്കിൽ ഒരു 2 ആഴ്ചയ്ക്ക് ശേഷം നമ്മൾ എന്ത് ചെയ്യും? ഓരോ ദിവസവും OMR വർക്കൗട്ട് കണ്ടക്ട് ചെയ്യും. അത് നമ്മൾ നെക്സ്റ്റ് വീക്ക് മുതൽ ഇംപ്ലിമെന്റ് ചെയ്യും. അപ്പം ഇനി പറയുന്ന ടോപ്പിക്ക് പഠിക്കുമ്പോൾ കേരളത്തിലെ അതിർത്തികൾ എന്നറിയപ്പെടുന്ന ഒരു ഏരിയ മസ്റ്റ് ആയിട്ടും പഠിച്ചു വെച്ചേക്കണം. ഒന്ന്, കേരളത്തിന്റെ വടക്ക് ഭാഗത്ത് എന്താണ്? കർണാടകയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കേരളത്തിന്റെ തെക്ക് ഭാഗത്ത് തമിഴ്നാടാണെന്ന് നമുക്കറിയാം. കേരളത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് അറബിക്കടലാണ്. കേരളത്തിന്റെ കിഴക്ക് ഭാഗത്ത് എന്താണ്? പശ്ചിമഘട്ടവും സഹ്യാദ്രി. അതായത് പശ്ചിമഘട്ടത്തിന്റെ മറ്റൊരു പേരാണ് സഹ്യാദ്രി. അതും അല്ലെങ്കിൽ നമ്മൾ പറയും വെസ്റ്റേൺ ഘാട്ട് എന്ന് പറയും, അല്ലെ? അപ്പൊ കേരളത്തിന് അതിർത്തികളുമായി ബന്ധപ്പെട്ട ഈ 4 ഫാക്റ്റുകൾ ഒന്ന് ഓർത്തു വെക്കണം. കേരളത്തിന്റെ വടക്ക് കർണാടക, കേരളത്തിന്റെ തെക്ക് തമിഴ്നാട്. ചില നമുക്കിപ്പോ വായിക്കുമ്പം കേരളത്തിന്റെ ഈ പറയുന്ന കിഴക്ക് ഭാഗത്ത് തമിഴ്നാടാണ്. കാരണം പശ്ചിമഘട്ടം കഴിഞ്ഞാൽ എന്താണ്? കുറച്ച് ഭാഗം തമിഴ്നാടാണല്ലോ. അപ്പൊ കിഴക്ക് പശ്ചിമഘട്ടം ഉണ്ട്. അല്ലെങ്കിൽ പശ്ചിമഘട്ടത്തിന് മറ്റൊരു പേരാണെന്ത്? സഹ്യാദ്രി എന്ന് പറയുന്നത്. പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും കൂടിച്ചേരുന്ന സ്ഥലത്തിന്റെ പേരാണ് നീലഗിരി. അത് നമ്മളിപ്പോൾ റാൻഡമായിട്ട് ഡിസ്കസ് ചെയ്യും. അതൊന്ന് ഓർത്തു വെക്കണം. ഇനി കേരള PSC ചോദിച്ച ഒരു ന്യൂജൻ ചോദ്യം ഇതാണ്: താഴെ പറയുന്നവയിൽ കേരളത്തിന്റെ ഭാഗമല്ലാത്ത ഭൂപ്രകൃതി വിഭാഗം ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഓപ്ഷൻ A മലനാട്, ഓപ്ഷൻ B ഇടനാട്, ഓപ്ഷൻ C മരുപ്രദേശം, ഓപ്ഷൻ D തീരപ്രദേശം. ഉത്തരം ഏതാണ്?
മരുപ്രദേശമാണ് കേരളം. ഈ പറയുന്ന കേരളത്തിന്റെ ഭൂപ്രകൃതി അനുസരിച്ച് കേരളത്തെ മൂന്നായി തരംതിരിക്കുന്നു: മലനാട്, ഇടനാട്, തീരപ്രദേശം എന്നല്ലേ. അപ്പൊ ഇതിൽ മരുപ്രദേശം എന്ന് പറയുന്നത് കേരളത്തിന്റെ ഭൂപ്രകൃതി വിഭാഗമാണോ? അല്ലേ അല്ല. അപ്പൊ നമുക്ക് വേണ്ട കണ്ടന്റിലേക്ക് വരണം. ഉത്തരം മരുപ്രദേശമാണ്. ഭൂപ്രകൃതി അനുസരിച്ച് കേരളത്തെ എത്രയായിട്ടാണ് തരംതിരിക്കുന്നത്? മൂന്നായിട്ടാണ് തരംതിരിക്കുന്നത്: മലനാട്, ഇടനാട്, തീരപ്രദേശം. അങ്ങനെയാണല്ലോ നമ്മൾ പറയുന്നത്. ഹൈലാൻഡ്, മിഡ്ലാൻഡ്, ലോവർ ലാൻഡ് എന്നല്ലേ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. ഇപ്പൊ ഭൂപ്രകൃതി അനുസരിച്ച് ഈ കേരളത്തെ മൂന്നായി തരംതിരിക്കുമ്പോൾ സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ക്ലാസിഫിക്കേഷൻ മുഴുവൻ. അപ്പൊ സമുദ്രനിരപ്പിൽ നിന്ന് അല്ലെങ്കിൽ സീ ലെവലിൽ നിന്ന് 75 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള പ്രദേശത്തിന്റെ പേരാണ് മലനാട്. 75 മീറ്റർ ആണ്. 75 മീറ്ററിൽ കൂടുതൽ. അപ്പോൾ സമുദ്രനിരപ്പിൽ നിന്ന് 75 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള പ്രദേശം മലനാട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഭൂപ്രകൃതി വിഭാഗം ഏതെന്ന് ചോദിച്ചാൽ അത് മലനാടാ. കാരണം കേരളത്തിന്റെ മൊത്തം 100% ഏരിയ എടുക്കുകയാണെങ്കിൽ 48% മലനാടെന്നാണ് പറയുന്നത്. 42% ഇടനാട്, തീരപ്രദേശം 10%. ദെൻ ഈ പറയുന്ന മലനാട് പ്രദേശം ഉൾപ്പെടാത്ത കേരളത്തിലെ ഏക ജില്ല, ബാക്കിയുള്ള എല്ലാ ജില്ലയിലും ഈ പറഞ്ഞ മലനാട് പ്രദേശം ഉൾപ്പെട്ടിട്ടുണ്ട്. പക്ഷെ മലനാട് പ്രദേശം ഉൾപ്പെടാത്ത കേരളത്തിലെ ഏക ജില്ല ഏതെന്ന് ചോദിച്ചാൽ അത് ആലപ്പുഴയാ. അതുകൊണ്ടാണ് നമുക്ക് വേണ്ടത് കേരളത്തിലെ ഫോറസ്റ്റ് റിസർവുകൾ ഇല്ലാത്ത കേരളത്തിലെ ഏക ജില്ല കൂടിയല്ലേ ആലപ്പുഴ. എന്ന് വെച്ചാൽ ഇല്ലാത്തതെന്നല്ല, ഏറ്റവും കുറവുള്ള ജില്ലയാണ് ആലപ്പുഴ. അതൊന്ന് ഓർത്തു നോക്കുക. മലനാട് പ്രദേശം ഉൾപ്പെടാത്ത കേരളത്തിലെ ഏക ജില്ല ആലപ്പുഴ. ആലപ്പുഴ ജില്ലയിൽ കുട്ടനാടിനൊരു പ്രത്യേകതയുണ്ട്. കേരളത്തിന്റെ നെല്ലറ എന്നറിയപ്പെടുന്നത് കുട്ടനാടാണ്. കുട്ടനാടിന്റെ ആദ്യകാല പേര് കൊട്ടനോറ എന്നാണ്. അതൊന്ന് ഓർത്തു നോക്കുക. കരിമാടിക്കുട്ടൻ ബുദ്ധ പ്രതിമ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആലപ്പുഴ ജില്ലയുമായി ബന്ധപ്പെട്ട് എപ്പോഴും മത്സര പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് കരിമാടിക്കുട്ടൻ പ്രതിമ. ആലപ്പുഴ ജില്ലയിലാണ്. അപ്പൊ മലനാട് പ്രദേശം ഉൾപ്പെടാത്ത കേരളത്തിലെ ഏക ജില്ല ആലപ്പുഴയാണെന്ന് ഒന്ന് നോട്ട് ചെയ്തേക്കണേ. അപ്പൊ ഈ പറഞ്ഞ മലനാടിന്റെ ശരാശരി ഉയരം എന്ന് പറയുന്നത് അത് 900 മീറ്ററാണ്. മലനാടിന്റെ ശരാശരി ഉയരം എത്രയാണ്? അത് 900 മീറ്റർ ആണ്. അതുകൂടി ഒന്ന് ഓർത്തു വെക്കണം. ഇനി നമുക്ക് വേണ്ടത് മലനാട്, ഇടനാട്, തീരപ്രദേശം എന്ന 3 ക്ലാസിഫിക്കേഷൻ കൊടുത്തപ്പോൾ അതിൽ മലനാട് എന്ന് പറഞ്ഞാൽ 75 മീറ്ററിൽ, സമുദ്രനിരപ്പിൽ നിന്ന് 75 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള പ്രദേശമാണ് മലനാട്. കേരള ഭൂവിസ്തൃതിയുടെ 48% ഉള്ളത് മലനാട്. എന്ന് വെച്ചാൽ ഏറ്റവും കൂടിയ ഭൂവിസ്തൃതി ആർക്കാണ്? മലനാടിനാണ്. ഈ സീ ലെവലിൽ നിന്ന് അല്ലെങ്കിൽ സമുദ്ര നിരപ്പിൽ നിന്ന് 75 മീറ്ററിൽ കൂടുതൽ ഉയരം. അപ്പൊ അത് അങ്ങ് ക്ലിയർ ആയിക്കണം. ഈ 2 സ്റ്റേറ്റ്മെന്റ് പഠിക്കണം. ഇനി ഇടനാടിനൊരു പ്രത്യേകതയുണ്ട്. അതായത് 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരമുള്ള കേരളത്തിന്റെ ഭൂപ്രകൃതി വിഭാഗത്തിന്റെ പേരാണ് ഇടനാടെന്ന് പറയുന്നത്. കേരള ഭൂവിസ്തൃതിയുടെ 42%. മാക്സിമം നോട്ട് എന്താണ്, ക്രിസ്പി നോട്ടായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് തരുന്നത്. നിങ്ങൾ അത് വീണ്ടും എന്ത് ചെയ്യരുത്, ചുരുക്കി മാറ്റരുത്. ഇടനാടിന്റെ ആ ഹൈറ്റ് നമ്മൾ പറയുമ്പോൾ 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെയാണ് ഉയരം. കേരള ഭൂവിസ്തൃതി എത്ര ശതമാനമാണ്? 42% ഇടനാടാണ്. ഇനി തീരപ്രദേശം എന്ന് പറഞ്ഞാൽ സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ വരെ ഉയരമുള്ള പ്രദേശത്തിന്റെ പേരാണ് തീരപ്രദേശം. അപ്പൊ ഈ പറയുന്ന ആലപ്പുഴ എന്ന് പറഞ്ഞാൽ സീ ലെവലിൽ നിന്ന് എത്ര, സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മീറ്റർ വരെ ഉയരമുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് കേരളത്തിൽ നമ്മൾ പറയുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് താഴെ കൃഷി ചെയ്യുന്ന കേരളത്തിലെ സ്ഥലമാണ് കുട്ടനാട്. നമ്മൾ തണ്ണീർമുക്കം, പണ്ട് തോട്ടപ്പള്ളി സ്പിൽവേ എന്നൊക്കെ പഠിക്കത്തില്ലേ? അതെന്തുകൊണ്ടാണ്? ആ ഒരു ഫാക്ട് കൊണ്ടാണ്. അപ്പൊ തീരപ്രദേശത്തിന്റെ പ്രത്യേകത സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ വരെ ഉയരമുള്ള പ്രദേശമാണ് തീരപ്രദേശം. കേരള ഭൂവിസ്തൃതിയുടെ 10% എന്താണ്? തീരപ്രദേശം. അപ്പൊ കേരള ഭൂവിസ്തൃതിയുടെ ഏറ്റവും കൂടുതൽ ശതമാനം 48% മലനാട്, 42% ഇടനാട്, തീരപ്രദേശം എത്ര ശതമാനം? 10%. അതൊന്ന് ഓർത്തു വെക്കണം. ഇനി നമുക്ക് വേണ്ട വളരെ പ്രധാനപ്പെട്ട ചോദ്യം, താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം. ചോദ്യത്തിലേക്ക് വരുന്നു. 1. കേരളത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയായ ആനമുടിയുടെ ഉയരം 2695 മീറ്റർ ആണ്. ശരിയാണ്. കേരളത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടി ഏതാണ്? അത് ആനമുടിയാണെന്ന് അറിയാമല്ലോ. ആനമുടിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പം പഠിക്കുന്നത് കേരളത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയായ ആനമുടിയുടെ ഉയരം 2695 മീറ്റർ. ഈ 2695 മീറ്റർ എത്ര അടിയാണെന്ന് ഓർത്തു വെക്കണേ. അത് പറഞ്ഞുതരാം. അതൊന്ന് കമന്റ് ചെയ്തേക്കണം. നിങ്ങൾക്ക് അറിയാമെങ്കിൽ അതൊന്ന് കമന്റ് ചെയ്തേക്കാം. നമ്മൾ റാൻഡമായിട്ട് എടുത്തോളാം. ദെൻ ഈ പറയുന്ന ആനമുടി സ്ഥിതി ചെയ്യുന്നത് ഇരവികുളം ദേശീയോദ്യാനത്തിന് തെക്ക് ഭാഗത്തായിട്ടാണ്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് എന്താണ്? കേരളത്തിലെ പ്രധാനപ്പെട്ട 5
ദേശീയോദ്യാനങ്ങളെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തു. വീണ്ടും ആവർത്തിക്കുന്നു, കേരള PSC കൊടുത്തേക്കുന്ന ആൻസർ കീയാണ് 5 ദേശീയോദ്യാനങ്ങൾ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞത്. ഇരവികുളം ദേശീയോദ്യാനത്തിന് തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന കൊടുമുടി എന്ന് പറഞ്ഞാൽ അത് ആനമുടിയ, ശരിയാണ്. ദെൻ ഓപ്ഷൻ സിയിലേക്ക് വന്നാൽ ആനമുടിയുടെ ഉയരം ആദ്യമായി രേഖപ്പെടുത്തിയത് ജനറൽ ഡഗ്ലസ് ഹാമിൽട്ടൺ 1862 NCERT സ്കൂൾ ടെക്സ്റ്റ് കണ്ടന്റ് ആണ് പറഞ്ഞു തരുന്നത്. ആനമുടിയുടെ ഉയരം ആദ്യമായി രേഖപ്പെടുത്തിയത്, ആദ്യമായിട്ട് മെഷർ ചെയ്തത് അല്ലെങ്കിൽ രേഖപ്പെടുത്തിയത് ജനറൽ ഡഗ്ലസ് ഹാമിൽട്ടൺ. ഏത് വർഷമാണ്? 1862. ആ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ എ ശരിയാണ്, ബി ശരിയാണ്, സി ശരിയാണ്. ഓപ്ഷൻ ഡിയിലേക്ക് വന്നാൽ ആനമുടി സ്ഥിതി ചെയ്യുന്ന ജില്ല വയനാട്, തെറ്റാണ്. ആനമുടി സ്ഥിതി ചെയ്യുന്ന ഏത് ജില്ലയാണെന്ന് നമുക്കറിയാം, ഇടുക്കി ജില്ലയാണെന്ന് നമുക്കറിയാം. കേരളത്തിലെ മിടുക്കി, ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല എന്ന് ഇപ്പൊ പരിഗണിക്കപ്പെടുന്ന ഇടുക്കി ജില്ലയുടെ പ്രത്യേകത, കേരളത്തിലെ സുഗന്ധവ്യഞ്ജന തോട്ടം എന്നറിയപ്പെടുന്നത് ഇടുക്കിയാണ്. ഈ ഇടുക്കി ജില്ലയുമായി ബന്ധപ്പെട്ട് പഠിക്കുമ്പോഴാണ് ഇടുക്കി ജില്ലയിലും വയനാട് ജില്ലയിലും ഒരു അടിമ സമ്പ്രദായം നിലനിന്നിരുന്നു. ആ സമ്പ്രദായത്തിന്റെ പേര് വല്ലിപ്പണി എന്നാണ്. ഈ വല്ലിപ്പണിക്കെതിരെ 1961 അമരാവതി സത്യാഗ്രഹം നടത്തിയത് AK ഗോപാലനാണ് എന്നൊക്കെ ചരിത്രത്തിൽ പറയുന്നുണ്ട്. അപ്പൊ ആനമുടി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതല്ല? വയനാടല്ല. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അതേ ജില്ലയാണ്, അത് ഇടുക്കി ജില്ലയിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? ആനമുടി സ്ഥിതി ചെയ്യുന്നത്. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. ഓക്കെ, ഇനി ഈ പറഞ്ഞല്ല, ചില ആളുകൾക്ക് മനസ്സിലാവും ഇതെല്ലാം ബേസ് ആണ്, SCERT ആണ്, NCERT കൂടി നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ പറയുന്ന ആനമുടി സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കിയാണെന്ന് അറിയാലോ. ഈ ആനമുടി സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്ത് ഏതാണ്? അത് മൂന്നാർ പഞ്ചായത്താണ്. ആനമുടി സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ചോദിച്ചാൽ അത് ദേവികുളം താലൂക്കാണ്. ആനമുടിയുടെ ഉയരം ചോദിച്ചാൽ 2695 മീറ്റർ. അത് എത്ര അടിയാണെന്ന് ചോദിച്ചാൽ അത് 8842 അടിയാണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. ഇനി മത്സര പരീക്ഷ ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ, ഈ പറയുന്ന 2695 മീറ്റർ ഉള്ള അല്ലെങ്കിൽ 8842 അടിയുള്ള ഫീറ്റുള്ള ആനമുടിയുടെ വടക്ക് ഭാഗത്ത് അത് ആനമലയാണ്. ആനമുടിയുടെ വടക്ക് കിഴക്ക് ഭാഗത്ത് അത് പളനിമലയാണ്. ആനമുടിയുടെ തെക്ക് ഭാഗത്ത് ഏലമലയാണ്. ഈ പറയുന്ന ആനമലയും പളനിമലയും ഏലമല എന്നിവ സംഗമിക്കുന്ന എവിടെയായിരിക്കും? അത് ആനമുടിയില. ഇടുക്കി ജില്ലയിലെ ആനമുടിയിലാണ് ഈ പറയുന്ന ആനമല, പളനിമല, ഏലമല, ഈ 3 മലയും സംഗമിക്കുന്നത് ആനമുടിയിലാണ്. ആനമലയുടെ വടക്ക് ഭാഗത്ത്, ഈ ആനമുടിയുടെ അല്ല, ആനമലയുടെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട സുഖവാസ കേന്ദ്രമാണ് നീലഗിരി. കഴിഞ്ഞ കമ്പനി ബോർഡ് LGS പരീക്ഷയുടെ ചോദ്യം പറയുന്നു, നീലമല എന്നറിയപ്പെടുന്ന മലനിര ഏതാണ്? ഉത്തരം നീലഗിരി കുന്നുകള. ഈ നീലഗിരി കുന്നുകളെ പറ്റി ഡിസ്കസ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വെസ്റ്റേൺ ഘാട്ട് ആൻഡ് ഈസ്റ്റേൺ ഘാട്ട്. നമ്മൾ പഠിക്കുന്നതാ. പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും കൂടിച്ചേർന്ന സ്ഥലത്തിന്റെ പേരാണ് എന്ത്? നീലഗിരി കുന്നുകൾ. നീലഗിരി കുന്നുകളുമായി ബന്ധപ്പെട്ട് നമുക്ക് വേണ്ട മറ്റൊരു ചോദ്യമാണ് നീലമല എന്നറിയപ്പെടുന്ന മലനിരയാണ് നീലഗിരി. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. പശ്ചിമഘട്ടം ഈ പറയുന്ന സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് പഠിക്കുമ്പം പശ്ചിമഘട്ടം ഗുജറാത്തിലെ റാൻ ഓഫ് കച്ചിൽ തുടങ്ങി തമിഴ്നാട്ടിലെ നീലഗിരിയിൽ അവസാനിക്കുന്നു എന്നാ പറയുന്നത്. പൂർവ്വഘട്ടം ഈ പറഞ്ഞ സുന്ദർബൻ ഡെൽറ്റ, പശ്ചിമ ബംഗാളിലെ സുന്ദർബൻ ഡെൽറ്റയിൽ തുടങ്ങി ഈ പറയുന്ന നീലഗിരിയിൽ അവസാനിക്കുന്നു എന്നാ പറയുന്നത്. അപ്പൊ അവിടെയും നമ്മളെ കുഴപ്പിക്കുന്ന ഒരു ചോദ്യം ഉണ്ട് കേട്ടോ. പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും കൂടിച്ചേർന്ന സ്ഥലമാണ് നീലഗിരി. പശ്ചിമ തീരവും പൂർവ്വ തീരവും കൂടിച്ചേർന്ന സ്ഥലം ഏതെന്ന് ചോദിച്ചാൽ അത് കന്യാകുമാരിയാണ്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട, നമ്മൾ കേരളത്തുമായി ബന്ധപ്പെട്ട് പഠിക്കുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ ആയിരുന്നല്ലോ കന്യാകുമാരി. കേരളത്തിന്റെ ഭാഗമായിരുന്നു, പിന്നീട് വിട്ടുകൊടുക്കുകയാണ് തമിഴ്നാടിന്. അപ്പൊ ഇപ്പോൾ തമിഴ്നാട്ടിലാണ്. ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തെ ജില്ല, ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തെ റെയിൽവേ സ്റ്റേഷൻ എന്നിവ ഇവിടെയാണ്. അത് കന്യാകുമാരിയാണ്. കന്യാകുമാരിയിലാണ് വിവേകാനന്ദ പാറ, തിരുവള്ളുവർ പ്രതിമയൊക്കെ സ്ഥിതി ചെയ്യുന്നത് കന്യാകുമാരിയിലാണ്. ഈ ഇന്ത്യയിൽ ഉദയവും അസ്തമനവും ഒരേപോലെ അല്ലെങ്കിൽ ഒരേ സ്ഥലത്ത് നിന്ന് കാണാൻ പറ്റുന്ന ഇന്ത്യയിലെ ഏക സ്ഥലം കൂടിയാണ് കന്യാകുമാരി. കന്യാകുമാരിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തെ ജില്ല, ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തെ റെയിൽവേ സ്റ്റേഷൻ, വിവേകാനന്ദ പാറ, തിരുവള്ളുവർ പ്രതിമ എന്നിവ സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? കന്യാകുമാരിയാണ്. ഇനി നമുക്ക് വേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം, പശ്ചിമ തീരവും പൂർവ്വ തീരവും, അതായത് പടിഞ്ഞാറൻ തീരവും കിഴക്കൻ തീരവും കൂടിച്ചേരുന്ന സ്ഥലം ഏതാണ്? അത് കന്യാകുമാരിയാണ്. കേപ്പ് ഓഫ് കാമറിൻ, മറക്കല്ലേ,
കേപ്പ് ഓഫ് ക്യാമറിൻ എന്നറിയപ്പെടുന്നത് എന്തിനെയാണ്? കന്യാകുമാരിയാണ്. അതൊന്ന് ഓർത്തു നോക്കുക. അപ്പോൾ ഇത്രയും കണ്ടന്റുകൾ നിങ്ങൾ പഠിക്കണം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഞാൻ പറഞ്ഞല്ലോ, ഇത് മാത്രമല്ല നമ്മുടെ ഏരിയ. ഇന്ന് കറണ്ട് അഫയേഴ്സ് തന്നിട്ടുണ്ട്, അത് പഠിക്കണം. ഇന്ന് പ്രധാനപ്പെട്ട SCERT തന്നിട്ടുണ്ട്, പ്രധാനപ്പെട്ട NCERT കണ്ടന്റ് കൂടെ സോർട്ട് ചെയ്ത് സയൻസ് തന്നിട്ടുണ്ട്. ഇത്രയും ടോപ്പിക്ക് പഠിച്ചതിന് ശേഷമാണ് ഇന്നത്തെ എക്സാം അറ്റൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇന്നത്തെ ഫോളോ അപ്പ് കഴിഞ്ഞു. പറഞ്ഞല്ലോ, ഡെയിലി ഇങ്ങനെ ഫോളോ അപ്പ് ചെയ്യുകയാണ്. വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു, 2025 നമ്മുടെ വർഷമാണ്. എഴുതാൻ പോകുന്ന മത്സര പരീക്ഷയിൽ ഓരോ മാർക്കും നിർണായകമാണ്. അപ്പോൾ കേരള ജോഗ്രഫി പഠിക്കേണ്ടെന്ന് കരുതി മാറ്റിവെക്കേണ്ട ആവശ്യമില്ല. പഠിച്ചു പോവുക. നിങ്ങളെ കൊണ്ട് പറ്റുന്ന എല്ലാം പഠിച്ച് കവർ ചെയ്യുക. അതിൽ ഈ പറയുന്ന കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്യുക, പ്രധാനപ്പെട്ട SCERT ഉൾപ്പെടുത്തുക, പ്രധാനപ്പെട്ട NCERT ഉൾപ്പെടുത്തുക, പഠിക്കുക, ആത്മാർത്ഥമായി പഠിക്കുക. വരാൻ പോകുന്ന വർഷം നിങ്ങളുടെ 2025 നിങ്ങളുടെ വർഷമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും വിജയാശംസകൾ. നന്ദി, നമസ്കാരം.